ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രണ്ടാമതായി രൂപം കൊണ്ടിരുന്ന ന്യൂനമർദ്ദവും ഇന്ന് കരയിൽ പ്രവേശിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. തീവ്ര ന്യൂനമർദ്ദമായി മാറിയ സിസ്റ്റം ഒഡീഷ തീരത്താണ് കരതൊട്ടത്. വരും മണിക്കൂറുകളിൽ ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിനും മുകളിലൂടെ സഞ്ചരിച്ച് ശക്തി കുറയും. അതിനിടെ ഇതിനു മുൻപ് രൂപപ്പെട്ടിരുന്ന ഇന്നലെ ഗുജറാത്തിനു മുകളിൽ എത്തിയിരുന്ന ആദ്യ ന്യൂനമർദ്ദം വൈകിട്ടോടെ ദുർബലമായി. ഇതോടെ ഈ സിസ്റ്റത്തിന് പടിഞ്ഞാറൻ തീരത്തുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടുകയും മഴ കുറയുകയും ചെയ്തതായി മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് പ്രധാന കാരണമായ ഈ സിസ്റ്റം ദുർബലമായതോടെ മഴസാധ്യത ഇനി കുറയും. വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും കൂടി സാധാരണ മഴ ലഭിക്കും. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ മലയോര മേഖലയിലാണ് ഇന്ന് കൂടുതൽ മഴസാധ്യത. മറ്റു ജില്ലകളിൽ പൊതുവെ മഴ കുറവായിരിക്കും. പലയിടത്തും വെയിൽ തെളിയുകയും ചെയ്യും. നാളെ മഴ വീണ്ടും കുറയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴസാധ്യത മാത്രമായി തുടരുകയും ചെയ്യും. കേരള തീരത്ത് രൂപപ്പെട്ടിരുന്ന ന്യൂനമർദ്ദ പാത്തിയും ഇന്ന് ഇല്ലാതായേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂനമർദ്ദത്തിനു പുറമെ എംജിഒ സാന്നിധ്യവും മഴ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ന് ഇടുക്കി മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.